അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അടുത്തത് 60-ാമത്തെ കിതാബാണ് പ്രവാചക ചരിത്രം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കഥകൾ, അഹാദീസുൽ അംബിയ. ആദം അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പ് അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയെ സൃഷ്ടിച്ചത്, അതായത് ആദം അലൈഹി ഇസ്ലാമിനെയും മനുഷ്യകുലത്തിൻ്റെയും സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നു. അൽ ഖൽഖി ആദമ വദുരിയതിഹി. അതിനെ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. സ്വൽസാൽ, കൊട്ടിയാൽ ശബ്ദം കേൾക്കുന്ന എന്നുദ്ദേശിച്ചിട്ടുണ്ട്. അതായത് മൺപാത്രത്തിലൊക്കെ മുട്ടിയ ഒരു മുഴക്കം കേൾക്കും. അപ്പോൾ അതുപോലെ കളിമണ്ണ്, തുയിൻ, കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാണ്. കൽ ഫഖാർ എന്നുപയോഗിച്ചിട്ടുണ്ട്, അതായത് മൺപാത്രങ്ങൾ പോലെ മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് സൃഷ്ടി ആവർത്തിക്കുന്നത് മനിയ് ആണ് എന്ന് പറയുന്നു. ഇന്ദ്രിയം, അതായത് പുരുഷ ബീജം. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ രൂപത്തിലാണ്. അതായത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പാണ് ഏറ്റവും നല്ല സൃഷ്ടിപ്പ്. മനുഷ്യരാണ് എല്ലാത്തിലും ശ്രേഷ്ഠതയുള്ള ജീവി. പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു, അതിൽ വെള്ളം ചേർത്ത് കുഴച്ചു. അപ്പോൾ തീന് കയ്യിൽ ഒട്ടുന്ന ചെളിയായി. തീന് ലാസിബ്, അതായത് നനഞ്ഞ് ചെളിയായി കഴിഞ്ഞാൽ നമ്മളത് കൈകൊണ്ട് വാരിയ കയ്യിൽ ഒട്ടും. കളിമൺ പാത്രമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇത് ഓർത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ പണ്ടത്തെ പാടത്ത് പണിയെടുക്കുന്നത്. അപ്പോൾ കയ്യിലൊട്ടുന്ന ചെളിയായി മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോൾ, വെള്ളം വറ്റി തുടങ്ങുമ്പോൾ അതിൻ്റെ നിറം മാറും, മണം വരും. അതിനെ ഹമാഇൻ മസ്നൂൻ എന്ന് പറയും, മണമുള്ള കറുത്ത ചെളി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണങ്ങി കഴിയുമ്പോൾ മൺപാത്രം പോലെയാവും. സ്വൽസാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന മൺപാത്രം പോലെ. അപ്പോൾ അതായത് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുമ്പോൾ ഉള്ളിൽ പൊള്ളയായിരുന്നു, പുറത്ത് തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കലം ഒക്കെ പോലെ. അള്ളാഹു ആത്മാവ് ഊതുമ്പോഴാണ് ജീവൻ വയ്ക്കുന്നതും ബാക്കി അവയവങ്ങളൊക്കെ ഉണ്ടായി വരുന്നു. കാരണം ഇബ്ലീസ് അതിൽ പോയി എന്നും അത് കണ്ടപ്പോൾ എന്നാണെന്നറിയാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയെന്നും ഒക്കെ പറഞ്ഞ് കഥകളുണ്ട്. അത് സഹിയായ ഹദീസല്ല. അതിൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇബ്ലീസിന് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറാനും പുറത്തിറങ്ങാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. ശരീരത്തിൽ മുഴുവൻ എവിടെ വേണമെങ്കിലും പോകാം. രക്തം പോകുന്ന പോലെ ശരീരത്തിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അനുവാദമുണ്ട്, കഴിവുണ്ട് എന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ കണ്ടിരുന്നു. ജിന്നുകൾക്ക്, അതായത് ശൈത്വാന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാത്രം കയറാൻ പറ്റില്ല, അതിന് പകരം ഹൃദയത്തിൻ്റെ പുറത്തിരുന്ന് നമ്മളോട് ഇങ്ങനെ കുശുകുശുത്തലി വസ്വാസം ഉണ്ടായിക്കൊണ്ട് ഇരിക്കും. ഇങ്ങനെ 4-5 വാക്കുകളാണ് പ്രത്യേകിച്ചും മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി ഉപയോഗിച്ചിരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ഉയരം 60 ക്യൂബിറ്റ് ആയിരുന്നു. ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ ദിറാവ് എന്നാണ് പറയുന്നത്. ദിറാവ് എന്ന് പറഞ്ഞാൽ മുഴം ആവാം, അല്ലാതിരിക്കാം. ഒരു ദിറാവ് എന്ന് പറയുന്നത് 1.5 അടിയാണ്, അതല്ല 2 അടിയാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അതിൻ്റെ കണക്ക് വരുമ്പോൾ ആദം അലൈഹി ഇസ്ലാമിന് ഒരു പക്ഷേ 90 അടി ഉയരം ഉണ്ടായിരുന്നിരിക്കാം, അതല്ലെങ്കിൽ 120 അടി ഉയരം ഉണ്ടായിരുന്നിരിക്കാം. അതായത് 9 നിലയുള്ള കെട്ടിടമോ അതല്ലെങ്കിൽ 12 നിലയുള്ള ഒരു കെട്ടിടമോ, ഇത്രയും പൊക്കം ഉള്ള, എല്ലാം തികഞ്ഞ പൂർണ്ണ സൗന്ദര്യമുള്ള, അള്ളാഹു നേരിട്ട് സൃഷ്ടിച്ച ഏറ്റവും നല്ല സൃഷ്ടി. 120 അടി അല്ലെങ്കിൽ 10 നില പൊക്കത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിനെ അള്ളാഹു സൃഷ്ടിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോവുക, അവിടെ ഒരു കൂട്ടം മലക്കുകൾ ഇരിക്കുന്ന കണ്ടോ, അവരെ ആശീർവദിക്കുക, അവരെന്താണ് തിരിച്ചു പറയുന്നത് എന്ന് കേൾക്കുകയും ചെയ്യുക. കാരണം അതായിരിക്കും നിൻ്റെയും നിൻ്റെ വംശ പരമ്പരയുടെയും, അതായത് മനുഷ്യ കുലത്തിൻ്റെയും ആശീർവാദം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ പറയുന്നത്. അങ്ങനെ ഹലോ എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഏത് ഭാഷയിൽ അതിൻ്റേതായ ഓരോണ്ട്. ഹലോ ഉണ്ട്, ഹായ് ഉണ്ട്. അതുപോലെ മുസ്ലിങ്ങൾക്ക് ഉള്ളത്, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ മനുഷ്യനെ ആദം അലൈഹി ഇസ്ലാമിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന് ആകുന്നു. അതായത് നിൻ്റെ മേൽ സമാധാനം ഉണ്ടാവട്ടെ. സലാം എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം എന്നൊക്കെയാണ്. എല്ലാ മതക്കാരും ഇത് അംഗീകരിക്കും, നമ്മളെ കളിയാക്കുമെങ്കിലും. കാരണം അവരുടെയൊക്കെ മതത്തിലും ഇതുണ്ട്. ശാന്തി നേരുന്നു, അല്ലെങ്കിൽ സന്തോഷം നേരുന്നു, അല്ലെങ്കിൽ സമാധാനം നേരുന്നു, അങ്ങനെയൊക്കെ എല്ലാ മതക്കാരും പറയാറുള്ളതാണ്. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതം നേരുന്നു എന്നാവുന്നു. അതായത് ഒരു നല്ല പ്രഭാതം ഉണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ഇതുണ്ട്, ആരും നമ്മളെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആദം അലൈഹി ഇസ്ലാം, ആ കൂട്ടം കൂടിയിരിക്കുന്ന മലക്കുകൾ സ്വർഗത്തിൽ കൂട്ടം കൂടിയിരുന്ന് വർത്താനം പറയുകയല്ല, അവരെപ്പോഴും തക്ബീറോ അല്ലെങ്കിൽ തസ്ബീഹോ ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുപോലെ ഇരിക്കുന്ന മലക്കുകളുടെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, അസ്സലാമു അലൈക്ക വ റഹ്മത്തുല്ലാഹി എന്ന് കൂട്ടിച്ചേർത്തു. അതായത് അതിനകത്തൊരു വ റഹ്മത്തുള്ള, അനുഗ്രഹം, റഹ്മത്ത് കൂടി ഉണ്ടാവട്ടെ. സലാം മാത്രം പോരാ.
അതായത് അള്ളാഹുവിൻ്റെ സമാധാനവും അള്ളാഹുവിൻ്റെ കരുണയും നിൻ്റെ മേൽ ഉണ്ടാവട്ടെ. അപ്പോൾ ആദം അലൈഹിസ്സലാം അത് കേട്ടിട്ട് വന്നു, പഠിച്ചിട്ട് വന്നു. അതാണ് ആദം അലൈഹിസ്സലാമും ആദമിൻ്റെ മക്കളും ലോകാവസാനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശീർവാദമായി പറയേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ ഖുദ്സിയായ ഹദീസ്, ഖുദ്സ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ, അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഖുദ്ദൂസ്. ബൈത്തുൽ മഖ്ദിസ് എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധമായ വീട് എന്നൊക്കെ അർത്ഥമുള്ളൂ. യെരുശലേമിലുള്ള പള്ളി, മസ്ജിദുൽ അഖ്സ. അഖ്സ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ട് വന്നിട്ടുള്ള ഹദീസാണ്. ഖുർആനല്ല, പക്ഷെ അള്ളാഹുവിൽ നിന്ന് വന്നിട്ട് റസൂൽ നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഹദീസ് അള്ളാഹുവിൽ നിന്നുള്ള ഹദീസാണ്. അപ്പോൾ തുടക്കത്തിൽ അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്, ഇത് ആയിരിക്കും നിൻ്റെയും നിൻ്റെ വംശപരമ്പരയുടെയും ആശീർവാദം. അതുകൊണ്ട് തിരിച്ച് അവരെന്താണോ നിന്നോട് പറയുന്നത് അത് നീ കേട്ട് പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാണ് വിട്ടത്. വേറെ ഹദീസിൽ പറയുന്നുണ്ട്, അങ്ങോട്ട് പോവുക, അവിടെ ഇരിക്കുന്ന മലക്കുകളോട് നീ പോയി സലാം പറയുക എന്ന് പറയും. അപ്പോൾ ആദം അലൈഹി ഇസ്ലാം അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. മലക്കുകൾ തിരിച്ച് അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടും. അപ്പോൾ ഇവിടെ വന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ ഞാൻ അങ്ങനെ പറഞ്ഞു, അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയും, ഹാദിഹി തഹിയ്യത്തുക വ തഹിയ്യത്തു ബനീക, ഇതാകുന്നു നിൻ്റെ കാണിക്ക അല്ലെങ്കിൽ ആശീർവാദം എന്ന് പറയുന്നത്. അതായത് ഒരാളെ കാണുമ്പോൾ നമ്മൾ കാണിക്കയായി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായി കൊടുക്കുന്നത് എന്താണോ അതിനെയാണ് തഹിയ്യത്ത് അല്ലെങ്കിൽ കാണിക്ക അല്ലെങ്കിൽ ആശീർവാദം എന്ന് പറയുന്നത്. അത് ഇതാകുന്നു നിൻ്റെയും നിൻ്റെ വംശപരമ്പരയുടെയും, അതായത് മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാന ആശീർവാദം. അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ആദ്യം ചെയ്യണമെന്ന് പറയുന്ന സമാധാനവും അനുഗ്രഹവും ദയയും ഒക്കെ മറ്റേ ആളുടെ മേലിൽ ചോദിക്കുന്നതാണ് മനുഷ്യകുലത്തിൻ്റെ രീതി. കൊല്ലലും തിന്നലും ഒന്നും അല്ല. ഹദീസ് തുടർന്നു, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും ആദമിനെ പോലെ ഇരിക്കും. അതായത് രൂപ, ഭാവ, സൗന്ദര്യ, പ്രായ, പൊക്കം, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്ന വലിപ്പം. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ കൂടെ സ്നഗ്ഗി കെട്ടി മുട്ടയിലഴിഞ്ഞ് നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് ഖലഖ ആദമ അലാ സൂറത്തിൻ എന്ന് പറയും. ഇതേ കാര്യം ബൈബിളിൽ വരുമ്പോൾ ആദമിനെ ദൈവം അവൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. എന്നിട്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദം അലൈഹി ഇസ്ലാമിന് ദൈവത്തിൻ്റെ രൂപമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മളതിനെ തിരുത്തി അതേ കാര്യം തന്നെ ഖലഖ ആദമു അല്ലെങ്കിൽ ഖുലിഖ ആദമു അലാ സൂറത്തിൻ, ആദമിനെ അവൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആദമിനെ ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നല്ല, ദൈവം ആദമിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആദമിൻ്റെ രൂപം മാറിയിട്ടില്ല. എങ്ങനെയാണോ ആദം ഉണ്ടായിരിക്കേണ്ടത് ആ രൂപത്തിലാണ് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. അതായത് താടിയും മുടിയും മീശയും ഒക്കെയുള്ള പൂർണ്ണമായി വളർച്ചയെത്തിയ ഒരു മനുഷ്യനായിട്ടാണ് ആദം അലൈഹിസ്സലാം ജനിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. കാരണം പറയുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ പ്രായമായിരിക്കും, അത് 33 വയസ്സ്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ രൂപ, ഭാവ, ശക്തി, വലിപ്പം, സൗന്ദര്യം ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ 90 അല്ലെങ്കിൽ 120 അടിയോ ഉള്ള മനുഷ്യരായിരിക്കും നമ്മൾ. ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ള ജീവി ആണ് ചോദിച്ചാൽ അത് തന്നെയാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതായിരിക്കും നമ്മളുടെ രൂപം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മളെ അതിൽ ഉൾപ്പെടുത്തട്ടെ. ആദമിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം മനുഷ്യകുലത്തിൻ്റെ ഉയരം അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 5 അടിയൊക്കെയാണ് സാധാരണ ആളുകൾ എന്ന് പറയുന്നത്. അന്ന് 120 അടിയായിരുന്നു. അപ്പോൾ എന്തുമാത്രം കൊല്ലങ്ങളിലൂടെയാണ് അത് കുറഞ്ഞത് എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ കുറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖലഖല്ലാഹു ആദമ വതൂലുഹു 60 ദിറാഅൻ ഫലമ്മ ഖലഖഹു ഖാല ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക മിനൽ മലായികതി ഫസ്തമിഅ മാ യുഹയ്യൂനക തഹിയ്യതുക വതഹിയ്യതു ദുരിയതിക ഫഖാല അസ്സലാമു അലൈക്കും فقالوا السلام عليك ورحمة الله فزادوه ورحمة الله فكل من يدخل الجنة على صورة آدم فلم يزل الخلق ينقص حتى الآن. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ കൂട്ടം ആളുകൾ അവരുടെ മുഖം പൂർണ്ണ ചന്ദ്രൻ ഉള്ള രാത്രിയിൽ തിളങ്ങുന്നത് പോലെ, ചന്ദ്രൻ തിളങ്ങുന്നത് പോലെയായിരിക്കും അവരുടെ മുഖം. അവരെ പിന്തുടരുന്നവരുടെ മുഖം ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രത്തിനെ പോലെ ഉള്ളതായിരിക്കും.
അവർ അവിടെ മൂത്രം ഒഴിക്കുകയില്ല, പ്രകൃതിയുടെ വിളി അല്ലെങ്കിൽ മലവിസർജനം ചെയ്യുകയില്ല, അവർ തുപ്പുകയില്ല, അവർക്ക് മൂക്കിൽ കൂടെ സ്രവങ്ങളൊന്നും വരികയില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ മോശം അല്ലെങ്കിൽ ചീത്തയായ അല്ലെങ്കിൽ മനുഷ്യൻ്റേതായ കുറവുകളാണ് ഈ കാണുന്നത്. ആഹാരം കഴിച്ച് ഇറങ്ങിപ്പോണെങ്കിൽ തുപ്പലം വേണം, അതുപോലെ ദഹിക്കാൻ തുപ്പലം വേണം, ആഹാരം കഴിച്ചാൽ മലമൂത്ര വിസർജനം ചെയ്യണം, പിന്നെ മൂക്കിൽ കൂടെ ജലദോഷം അല്ലെങ്കിൽ മൂക്ക് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂക്കസ് അല്ലെങ്കിൽ ഒരു ചെറിയ കുഴമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇതൊന്നും അവിടെ ഇല്ല. അപ്പം നമ്മളെല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. അല്ലാഹു മുജാലിനും അള്ളാഹു നമ്മളതിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. അവരുടെ ചീപ്പുകൾ സ്വർണം കൊണ്ടുള്ളതായിരിക്കും, അവരുടെ വിയർപ്പിന് മസ്കിൻ്റെ മണം ആയിരിക്കും. മസ്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഒക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശരീരത്തിലുള്ള മണത്തിനെയാണ് മുഷിക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ആട്ടുമുട്ടൻ്റെയൊക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുഷിക്കുണ്ടാവും. അപ്പോൾ ആടിൻ്റെ മുഷിക്ക് എന്നാണ് അതിന് പറയുക. അതുപോലെ വേറെ പ്രത്യേകിച്ച് മൃഗങ്ങളില്ല, ആട്ടുമുട്ടനാണ് അതിന് എടുത്ത് പറയാവുന്നത്. ആണുങ്ങൾക്ക് ശരീരത്തിന് ഒരു ഗന്ധം ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഗന്ധമായിരിക്കും. ചിലർക്ക് അത് കൂടുതലായിരിക്കും, ചിലർക്ക് തീരെ കുറവായിരിക്കും. ആണുങ്ങൾക്കാണ് അത് കൂടുതലായിട്ടും കാണുക. അപ്പോൾ ആളുടെ ഷർട്ടിലും പാൻറ്റിലും ഒക്കെ അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് ഈ മുഷിക്ക് എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ മസ്ക് എന്നാണ് പറയുക. അപ്പോൾ മൃഗങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരുതരം സുഗന്ധത്തിനെയാണ് പൊതുവെ മസ്ക് എന്ന് പറയുന്നത്. ഭയങ്കര വിലയാണ്. കസ്തൂരിമാനിൻ്റെ കസ്തൂരിയാണ് പൊതുവെ ഏറ്റവും വില കൂടിയ സുഗന്ധം. അത് അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നത്, അത് മസ്കാണ്. അതുപോലെ നമ്മൾ ഇടയ്ക്കൊക്കെ പേപ്പറിൽ കാണാറുണ്ടാവും തിമിംഗലച്ചർദി എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം. അപ്പോൾ അത് കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള തിമിംഗലച്ചർദി കള്ളക്കടത്ത് നടത്താൻ നോക്കിയപ്പോൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട്. അതും ഈ മസ്കിൽപ്പെട്ട സാധനമാണ്. അപ്പോൾ ഏതിനാ വില കൂടുതലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭൂമിയിലെ ഏറ്റവും വലിയ സുഗന്ധമുള്ള ഏറ്റവും വില കൂടിയ സുഗന്ധമാണ് അവിടെയുള്ള സ്വർഗത്തിലെ മനുഷ്യരുടെ വേർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് സുഗന്ധമൊന്നും ആവശ്യമില്ല, കാരണം അവരുടെ മേത്തുനിന്ന് തന്നെ വരുന്നത് സുഗന്ധമാണ്. അലോസ് വുഡ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അലോവര, കറ്റാർവാഴ പോലെയുള്ള എന്തൊക്കെയാണ് അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. അതെന്തിനാണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, നേരിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അവരുടെ ഭാര്യമാർ ഹൂർ ആയിരിക്കും. അവിടെ എല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. അതായത് ഒറ്റ മനുഷ്യനാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ അവരുടെ പിതാവായ ആദമിൻ്റെ രൂപത്തിൽ ആയിരിക്കും. അവർക്ക് 60 ക്യൂബിറ്റ് അല്ലെങ്കിൽ 60 ദിറാഴ് ഉയരം ഉണ്ടായിരിക്കും. ഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ നേരത്തെ പല അധ്യായങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഹൂറുൽ ഐൻ എന്നാണ് പറയുക. അതായത് ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണെന്നാണ്, അല്ലെങ്കിൽ അരുവി. അരുവിന്ന് കണ്ണിന് പറയാൻ കാരണം കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഉറവ പോലെ. അതുകൊണ്ടാണ് ഐനും അരുവി തന്നെയാണ്, ഉറവയുള്ള അരുവി ഒഴുകുന്നത്. അപ്പോൾ കണ്ണിൽ കണ്ണീർ എപ്പോഴും വരുന്നുണ്ട്. ഒരുപാട് വരുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ ഒഴുകി പുറത്തേക്ക് വരും. അതല്ലെങ്കിൽ അതിങ്ങനെ വരുന്നു ഉണങ്ങിപ്പോകുന്നു, വരുന്നു ഉണങ്ങിപ്പോകുന്നു. അത് ഐനാണത്, കണ്ണ്. ഇനി ഈ കാര്യം നമുക്ക് അറിയാം, മറ്റ് മതങ്ങളിലൊക്കെ ഉണ്ട്. നമുക്ക് മാത്രമൊന്നുമല്ല. ഇപ്പോൾ യുദ്ധം ചെയ്ത് മരിച്ചാൽ നമുക്ക് 72 ഹൂറികളെ കിട്ടുമെന്ന് പറഞ്ഞ് കളിയാക്കുന്ന മറ്റുള്ളവരോട് ചോദിച്ചാൽ മതി, അവരുടെ മതത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്. അവർ ഞങ്ങളുടെ മതത്തിലതൊന്നും ഇല്ലയെന്ന്. പക്ഷേ 100 അപ്സരസുകളെ കിട്ടും ഹിന്ദുക്കൾക്ക് യുദ്ധം ചെയ്താൽ. കാരണം ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് യുദ്ധം ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. യുദ്ധം ചെയ്താൽ നിനക്ക് 100 അപ്സരസുകളെ കിട്ടും. 100 ആണോ 1000 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്സരസ് എന്ന് പറഞ്ഞാൽ ഭൂലോക സുന്ദരി അല്ലെങ്കിൽ രംഭ തിലോത്തമ അങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി അവരോട് തന്നെ ചോദിച്ചാൽ മതി, അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആരെങ്കിലും ചോദിച്ച് കളിയാക്കാമെന്നാൽ ഇതങ്ങിട്ട് കൊടുത്താൽ മതി. അപ്സരസ് ഉണ്ട്, യുദ്ധം ചെയ്ത് വീരമൃത്യു വരിക്കുന്നവർക്ക് അപ്സരസ് ഉണ്ട്. അതുപോലെ എല്ലാ മതത്തിലും ഉണ്ട്. ക്രിസ്ത്യാനികൾക്കും യഹൂദികൾക്കും പിന്നെ ഉണ്ടല്ലോ, കാരണം അത് സെമിറ്റിക് മതമാണ്, അതായത് ഇസ്ലാമിനോട് സാമ്യമുള്ള മതങ്ങളാണ് അവർ. അപ്പോൾ നമ്മളെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ആനമണ്ടത്തരാണ് അവർ ചെയ്യുന്നത്. നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ 72 ഹൂറികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അവരെ പ്രത്യേകിച്ച് ഹൂറിൽ ഐനാണ്, അവരെ കണ്ണാണ് അവരുടെ പ്രത്യേകത. വലിയ കണ്ണുള്ള സുന്ദരികൾ എന്നാണ് പറയുക. അപ്പോൾ ഈ വലിയ കണ്ണിലെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരോട് ചോദിച്ചാൽ മതി, നിങ്ങളുടെ മതത്തിലുണ്ടല്ലോ താമരാക്ഷി, താമര കണ്ണുള്ളവൾ, അതായത് താമര ഇതൾ പോലെയുള്ള വലിയ കണ്ണുള്ളവൾ. അത് സൗന്ദര്യ ലക്ഷണമാണ്. എല്ലാ മതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്, മനുഷ്യകുലത്തിന് അങ്ങനെയാണ്. വെറുതെ നമ്മളെ കളിയാക്കാൻ നടക്കുന്നു, കാരണം നമുക്ക് വിവരമില്ല, തിരിച്ചു പറയാൻ അറിയില്ല. അതുകൊണ്ട് ഇനി അംബുജാക്ഷി, അംബുജം എന്ന് പറഞ്ഞാൽ ആനയാണ്, ആനക്കണ്ണി എന്ന് വെച്ചാൽ ആനയുടെ കണ്ണ് പോലെയുള്ള കണ്ണുള്ളവൾ. മീനാക്ഷി, മീൻ കണ്ണി. പിന്നെ വേറെ ഒരുപാടുണ്ട്, കാമാക്ഷിയൊക്കെ കിടപ്പുണ്ട്, നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അവരോട് പറയുക ഉപദ്രവിക്കരുതെന്ന് പറയുക, അത്ര തന്നെ.
عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أول زمرة يدخلون الجنة على صورة القمر ليلة البدر ثم الذين يلونهم على شد كوكب ذري في السماء إضاءة لا يبولون ولا يتغوطون ولا يتفولون ولا يمتخطون أمشاتهم الذهب ورشحهم المسك ومجامرهم الألوة إلى الأنجوج عدود الطيب وأزواجهم الحور العين على خلق رجل واحد على صورة أبيهم آدم 60 ذراعا في السماء. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.